ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ പോലെ തന്നെ നിങ്ങൾ പലരും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ പ്രേക്ഷകരാണല്ലേ. മറ്റുള്ള ഭാഷകളിൽ കണ്ടില്ല എങ്കിൽ പോലും നമ്മൾ മലയാളത്തിലുള്ള ബിഗ് ബോസുകൾ സീസൺ 1 മുതൽ സീസൺ 6 വരെ കണ്ടിട്ടുള്ളവരായിരിക്കണം. പക്ഷെ ആ ഷോയിനെ കുറിച്ച് പലരായി അഖിൽമാര, സിബിൻ, ഫിറോസ്, റോബിൻ ഇങ്ങനെ പല ആൾക്കാർ, അതിൽ പോയിട്ടുള്ള പല ആൾക്കാർ വന്ന് പല അഭിപ്രായങ്ങൾ പറയുന്നു. ശോഭ, നാദിറ, റെനീഷ അങ്ങനെയുള്ളവർ മറ്റൊരു രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. ഷോയിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഷോയിനെ എതിർത്തുകൊണ്ടും ഷോയ്ക്കകത്ത് പോയവർ തന്നെ ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമുക്കൊരു വീഡിയോ കാണാം. ഞാനുണ്ടായിരുന്ന സീസണിനകത്ത് എന്നോട് ഡിംപിളിനെ ആക്രമിക്കണം, ഡിംപിളിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു തന്നത് ഈ ഏഷ്യാനെറ്റ് അല്ല, അതിൻ്റെ സംഘാടകരാണ്. അത് പറഞ്ഞിരുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയൊക്കെ പിന്നെ ഷോയിൽ പോയിട്ടുള്ളവർക്കറിയാം. നമുക്കറിയാൻ പറ്റും ഇന്ന രീതിയിലാണ്. കണ്ടോ, ഡിംപിൾ ബാലിന് പ്രത്യേകിച്ച് ശാരീരിക അസുഖങ്ങളൊന്നുമില്ല, ആളെ നല്ല രീതിയിൽ എതിർക്കണം, ആളെ ഓപ്പണന്റ് ആയിട്ട് കാണണം എന്നുള്ള രീതിയിൽ ഏഷ്യാനെറ്റിന്റെ സംഘാടകർ അല്ലെങ്കിൽ പ്രവർത്തകർ തന്നെ ഫിറോസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഫിറോസ് ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നത്. അയാളുടെ പേഴ്സണൽ അനുഭവമാണ് അയാൾ പുറത്തോട്ട് പറയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഷോയിനെ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും? ഡിംപിൾ ബാലിന് അസുഖം ഉണ്ടെന്നും ആളുടെ നട്ടലിന് പ്രശ്നങ്ങൾ ഉണ്ടെന്നും ആൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാണ് ഡിംപിൾ ബാലിനെ ഷോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അവർ തന്നെ പറയുന്നു അങ്ങനെ ഒരു പ്രശ്നം ഡിംപിൾ ബാലിനില്ല, നിങ്ങൾ അയാളെ ഓപ്പണന്റ് ആയിട്ട് കാണണമെന്ന്. ഇത് രണ്ടും എത്ര കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. മറ്റൊന്നും കൂടെ കാണാം. ഒരു 50ാമത്തെ എപ്പിസോഡ് എത്തിയപ്പോൾ എന്നെ അന്തസ്സായിട്ട് അവർ വിളിച്ചിരുത്തി പറഞ്ഞ് പുറത്താക്കും. 50 എപ്പിസോഡ് വരെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് കളിച്ചു, പക്ഷേ റേറ്റിംഗ് ഇല്ല. ഞാൻ ക്യാപ്റ്റനായിരുന്ന ക്ലാസ് തന്നു, എന്നെ പിടിച്ചകത്തിരുത്തി ഒരു പിന്നെ സൈക്യാട്രിസ്റ്റിനെയോ ഒരു കൗൺസിലറെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് എന്നെ ഉപദേശിച്ചു, ഇങ്ങനല്ല കളിക്കേണ്ടേ, നിങ്ങൾ അറിഞ്ഞ് കളിക്കണം. അതായത് ആദ്യത്തെ 50 ദിവസം കഴിഞ്ഞപ്പോൾ ഫിറോസിനോട് കൺഫെഷൻ റൂമിൽ വിളിച്ച് കൗൺസിലറുടെയും അല്ലെങ്കിൽ എന്താ പറയാ സൈക്കാട്രിസ്റ്റിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ കളിച്ചിരിക്കുന്നത് പോലെ കളിച്ചാൽ നിങ്ങൾ ഔട്ടാകും. ഇതാണോ പ്രേക്ഷകരുടെ വിധി പ്രകാരം വോട്ട് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലെ വോട്ട് മാത്രം കണക്കിലെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഷോയുടെ പിന്നണിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ വെട്ടി തുറന്ന് പറയുന്നത്. 50 ദിവസം നിങ്ങൾ ഇപ്പോൾ കളിച്ച കളിയിൽ ഇനി തുടർന്നാൽ നിങ്ങൾ വെളിയിലേക്ക് പോകും, ഇന്ന കാര്യങ്ങളാണ് വെളിയിൽ നടക്കുന്നത്, നിങ്ങൾക്ക് വോട്ട് കുറവാണ്, പ്രേക്ഷകരുടെ പിന്തുണ കുറവാണ്, ഇങ്ങനെ കളിച്ചാൽ പുറത്തു പോകും എന്ന് തുറന്ന് തന്നോട് സംസാരിച്ചിരുന്നു എന്ന് ഫിറോസ് സമ്മതിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ പോലെ തന്നെ പല ആൾക്കാരോടും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇതൊരു ഷോ, അൾട്ടിമേറ്റ്ലി ഇതൊരു ഷോ ആണ്, പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഷോയുടെ ഭാഗമായിട്ട് മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ വോട്ട് ചെയ്യുന്ന ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് 24/7 കണ്ട് വിലയിരുത്തി നല്ലതായിട്ട് നമുക്ക് തോന്നുന്ന ഒരാൾക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മൾ മണ്ടന്മാർ, അങ്ങനെയാണ് പറയുന്നത്. ഇതിപ്പോ ആദ്യത്തെ ഒരാളല്ല ഫിറോസ്, ഇതിനു മുമ്പ് അഖിൽമാരാർ ഇത് പറഞ്ഞിട്ടുണ്ട്, സിബിൻ ഇത് പറയുന്നുണ്ട്, ഇങ്ങനെ റോബിൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പല ആൾക്കാരും ഇത് പറയുന്നുണ്ട്. ഇതിനെ എതിർത്തുകൊണ്ട് ശോഭനെ പോലുള്ള ആളുകൾ വരുമ്പോൾ നമുക്കിപ്പോ രണ്ട് രീതിയിൽ നമ്മൾ പ്രേക്ഷകർ കൺഫ്യൂസ്ഡ് ആവുകയായിരുന്നു, ആര് പറയുന്നതാണ് സത്യം എന്ന്. പക്ഷെ കൂടുതലും അഖില് പറഞ്ഞ ഒരു പ്രസ്താവനയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്ത്രീകൾ വെളിയിലോട്ട് വന്നിരുന്നു. ഇപ്പൊ ഫിറോസ് പറയുന്നത് ഫിറോസിന്റെ സ്വന്തം അനുഭവമാണ്. നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മള് പ്രേക്ഷകരെ ചതിക്കുന്ന ഷോ ആണോ അപ്പോൾ ബിഗ് ബോസ്? അപ്പിയറൻസ് എന്നുള്ള ധാരണ ഇതിന്റെ സംഘാടകർക്കുണ്ട്. എത്ര ദിവസം ഇവർ എങ്ങനെ കളിച്ചാലും ഉണ്ടാവൂ എന്നുള്ളത്. എന്നോട് 35 ദിവസമാണ് പറഞ്ഞേ. പക്ഷെ ആ 35 ദിവസം പറയുമ്പോ പിന്നെ ഈ എവിക്ഷൻ പ്രക്രിയക്ക് എന്ത് പ്രത്യേകിച്ച് അങ്ങനെ ജെനുവിനിറ്റി ഒന്നും ഈ ഷോയ്ക്കകത്ത് എന്തിനാണ് ജെനുവിനിറ്റിയും നീതിയൊക്കെ? അപ്പൊ ഫിറോസ് ചോദിക്കുന്ന പോലെ ക്യാഷ് കൊടുത്ത് പെയ്ഡ് ആയിട്ടാണ് അതിനകത്തുള്ള ഓരോ കണ്ടസ്റ്റൻസും നിൽക്കുന്നത്. ഒരു എഗ്രിമെന്റ് എഴുതി അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് എഴുതിയാണ് ഓരോ കണ്ടസ്റ്റൻസും അകത്ത് കയറുന്നത്. അതിൽ ആരാണ് നീതി പ്രതീക്ഷിക്കേണ്ടത്? എന്ത് നീതിയാണ് കണ്ടസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്? വരുന്നത് പോലെ ഫേസ് ചെയ്യുക, ഓരോ ദിവസവും അവർക്ക് അതിനനുസരിച്ചുള്ള ക്യാഷ് കിട്ടുന്നുണ്ടെന്നാണ് ഫിറോസ് പറയുന്നത്. സമ്മതിച്ചു, കണ്ടസ്റ്റൻസ് നീതി പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമ്മുടെ കയ്യിലെ പൈസ മുടക്കി നമ്മൾ റീചാർജ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കാണുന്ന ഒരു ഷോയ്ക്ക് നമ്മളോട് നീതി പ്രതീക്ഷിക്കണ്ടേ? നമ്മളോട് നീതി കാണിക്കണ്ടേ? പ്രേക്ഷകർക്ക് ആ നീതി പ്രതീക്ഷിച്ചുകൂടെ? ഇതിനകത്ത് പോയിരിക്കുന്ന കണ്ടസ്റ്റൻസ് പോലും പറയുന്നു ആര് ഔട്ടാകണമെന്ന് ഒക്കെ പ്രീ പ്ലാൻഡ് ആണ്, എന്ത് പുറത്തോട്ട് വരണമെന്ന് പ്രീ പ്ലാൻഡ് ആണ്, എത്ര ദിവസം അവിടെ നിൽക്കും. ഇപ്പൊ ഫിറോസിനോട് പറഞ്ഞിരുന്നത് 35 ദിവസം മിനിമം അവിടെ ഗ്യാരണ്ടീഡ് ആണ്, 35 ദിവസം ഫിറോസ് അവിടെ നിൽക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആരെ ഏത് രീതിയിൽ പുറത്തോട്ട് വിടണം, ആരെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പ്രേക്ഷകർ ചർച്ച ചെയ്യണം, ഇതെല്ലാം ബിഗ് ബോസിന്റെ പ്ലാൻ ആണെന്നാണ് അവർ പറയുന്നത്. ഒരു പക്ഷെ ശരിയായിരിക്കാം, എല്ലാ യൂട്യൂബ് ചാനലുകളും ഇപ്പം
ഈ പറയുന്ന ഞാൻ പോലെയുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ വലുതായിട്ടുള്ള കുറെ യൂട്യൂബ് ചാനലുകാർ പോലും ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇവരിങ്ങനെ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വിടുന്നത് കൊണ്ടാണ്. ലോകമെമ്പാടും അല്ലെങ്കിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെ എല്ലാം വിഡ്ഢിയാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നാണ് ഇപ്പൊ പലരുടെയും സംസാരത്തിൽ തോന്നുന്നത്. പലർ എന്ന് പറയുന്നത് എന്നെ പോലെ നിങ്ങളെ പോലെ പുറത്തു നിന്ന് കാണുന്ന ആൾക്കാരല്ല, ഈ ഷോയുടെ ഉള്ളിൽ പോയി ഈ ഷോ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കാണുന്നത്. ഫിറോസിനെ പോലെ അല്ലെങ്കിൽ ഞാൻ മുമ്പ് പരാമർശിച്ച പല ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഇനി ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുമ്പോഴും ഇതൊക്കെ തന്നെ ആവർത്തിക്കുമെന്നാണ് അവർ പറയുന്നത്. വോട്ട് ചെയ്യണോ, സബ്സ്ക്രൈബ് ചെയ്യണോ, കോണ്ടന്റ് കാണണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് എന്നെ പോലെ അല്ലെ നിങ്ങളെ പോലെയുള്ള നമ്മളടങ്ങുന്ന പ്രേക്ഷകരാണ്. ചിന്തിക്കുക, ചിന്തിച്ച് ചെയ്യുക. ബൈ ഗൈസ്, താങ്ക് യു.